വിളിക്കാൻ ഈ ബിലാലിന് കഴിയില്ല. വേവുന്ന മനസ്സിന്റെ താപമേറ്റനവധി പോകും കീനാവുകളും കൊഴിഞ്ഞു പോയി. നബിയില്ല ലോകത്തെയോർത്ത് ഞാനെന്ത് ചെയ്യുമെന്നാർത്ത് വേവുന്ന മനസ്സിന്റെ താപമേറ്റനവധി പോലും കീനാവുകളും കൊഴിഞ്ഞു പോയി. ബിലാൽ മുഅദ്ദി റളിയല്ലാഹു തആല നബി തങ്ങളോട് സലാം പറഞ്ഞിട്ട് മടങ്ങിപ്പോകുകയാ. ഇത് കഴിയൂല നബിയേ, അങ്ങിങ്ങനെ കിടക്കുന്ന മദീനയുടെ മുറ്റത്ത് നിന്ന് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയാ ഈ ബിലാലിന് കഴിയില്ല നബിയേ. അത് വിളിച്ചു പൂർത്തിയാക്കുന്നതിന് മുമ്പ് ബലഹീനനായ ബിലാല് മറിഞ്ഞു വീഴുമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോലെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ അവിടെ പോയി നിന്നുകൊണ്ടാ ഭാഗ്യവേക്കാ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അതിന് ഭാഗ്യം ലഭിച്ച ഒരുപാട് പേരുണ്ട്. ഉംറയിൽ അത് പറഞ്ഞപ്പോൾ തേൻ വാങ്ങി ഉംറയ്ക്ക് പോകണമെന്ന് നെയ്യത്ത് പറഞ്ഞ സഹോദരന്റെ ഉംറ ശരിയായിരിക്കുന്നു. അല്ലാഹു കബൂലാക്കി കൊടുക്കട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ളതാണെങ്കിൽ അതൊക്കെ ശരിയാകും. അതിലൊന്നും ഒരു പാടിച്ചകളും വരില്ല. അപ്പൊ അള്ളാഹുവാണ് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത്. അള്ളാഹ് ചെയ്തതല്ലേ ചില ആൾക്കാർ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവിടെ മുതൽ തുടങ്ങുന്നത്. അള്ളാഹുവാണ് സ്നേഹിച്ചത്. ഒന്നാമത്തെ ഉദാഹരണം വറഫഅനാ ലക ദിക്റ. രണ്ടാമത്തതോ അള്ളാന്റെ പരിശുദ്ധ ഖുർആനിനകത്ത് 6666 ആയത്തുകളിലൂടെ 25ഓളം പ്രവാചകന്മാരുടെ പേര് അല്ലാഹു പറയുന്നുണ്ട്. ആ പേരിലെല്ലാം യാ മൂസായെ മൂസ നബിയേ, യാ ഈസായെ ഈസാ നബിയേ, യാ യഹ്യാ യാ ഹാറൂൻ യാ ദാവൂദ് യാ ഇബ്രാഹിം എന്ന് ഓരോ പ്രവാചകന്മാരുടെ പേര് അല്ലാഹു പടച്ചതമ്പുരാ വിളിക്കുമ്പോ യാ ചേർത്തുകൊണ്ടല്ലയോ ഈസാ, അല്ലയോ മൂസ, അല്ലയോ ദാവൂദ്, അല്ലയോ യഹ്യാ എന്നൊക്കെ വിളിച്ച കരുണക്കടലാണ് പടച്ചതമ്പുരാ. ആ ഖുർആനിന്റെ ആയത്തുകളുടെ ഒരു ഭാഗത്ത് പോലും യാ